നമസ്കാരം, ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക്. നമ്മൾ രാവിലെ തുടരുകയാണ്. അപ്പോൾ ഇന്ന് വളരെ നിരാശാജനകമായ ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ ആരംഭിച്ചത് എന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഏറെ ആകാംക്ഷയോടെ, അഭിമാനത്തോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്ന PSLV C-61 വിക്ഷേപണം അത് പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ISROയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഭൗമ നിരീക്ഷണത്തിനുള്ള EOS-09 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള ദൗത്യമായിരുന്നു ഇത്. ഏറെ നിർണായകമായ, അതായത് നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ കാലേ കൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഭൗമ നിരീക്ഷണം നടത്തുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഉപഗ്രഹത്തെ ആയിരുന്നു നമുക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കേണ്ടിയിരുന്നത്. അതിനുള്ള ദൗത്യമായിരുന്നു PSLV C-61. PSLVയുടെ 63ാമത് ദൗത്യമായിരുന്നു. PSLV നമുക്കറിയാം, അങ്ങനെ വിജയിച്ച് മാത്രം ചരിത്രമുള്ളതാണ് PSLVക്ക്. ദൗത്യം നടത്തിയിട്ടുള്ള 59 ദൗത്യങ്ങളും വിജയിച്ചിട്ടുള്ളതാണ് PSLVയുടേത്. പക്ഷേ ഇത് 3ാം തവണയാണ് PSLVക്ക് ഒരു പരാജയം സംഭവിക്കുന്നത്. അത് വളരെ നിരാശാജനകമായിരുന്നു നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച്. എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെയാണ് ഈ വാർത്താ ദിനം ആദ്യം വിശദമായി കടക്കേണ്ടത്. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. PSLV C-61 വിക്ഷേപണം പരാജയം. ഭൗമ നിരീക്ഷണത്തിനുള്ള EOS-09 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. ദൗത്യം പാളിയത് 2ാം ഘട്ടത്തിന് ശേഷം. താങ്കളെ അംഗീകരിക്കുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് അധ്യക്ഷ മാറ്റം നടന്നത് സ്വാഭാവിക രീതിയിലല്ല എന്നാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. KPCC നേതൃമാറ്റ വിവാദങ്ങളിൽ മറുപടിയുമായി അധ്യക്ഷൻ സണ്ണി ജോസഫ് ന്യൂസ് 18നോട്. സുധാകരന് പാർട്ടി മികച്ച പരിഗണന നൽകിയിട്ടുണ്ടെന്നും സണ്ണി ജോസഫ്. പദവി ഒഴിഞ്ഞ നേതാവിന് AICC പ്രവർത്തക സമിതി അംഗത്വം നൽകുന്ന കീഴ്വഴക്കമില്ല. കത്തോലിക്ക സഭയുടെ നോമിനി അല്ലെന്നും സണ്ണി ജോസഫ് Q18 അഭിമുഖത്തിൽ. ഭീകരതയ്ക്ക് എതിരായ വിദേശ സന്ദർശനത്തിനുള്ള സംഘത്തിൽ 4 നേതാക്കളും ഭാഗമാകുമെന്ന് കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെയും BJPയുടെയും നിലവാരത്തിലേക്ക് താഴില്ലെന്ന് പാർട്ടി വിശദീകരണം. ദേശസുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ BJP രാഷ്ട്രീയം കളിക്കുന്നുവെന്നും കോൺഗ്രസ്. വിദേശ സന്ദർശനത്തിന് പോകുന്നത് 59 പേർ, സംഘത്തിൽ 4 മലയാളികൾ. കഴിഞ്ഞ ആഴ്ച സ്ഥലം മാറ്റിയ പോലീസ് ഓഫീസർമാരെ തിരികെ പ്രതിഷ്ഠിച്ച് സംസ്ഥാന പോലീസിൽ വിചിത്ര നടപടി. തീരുമാനം സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർ പരാതി പറഞ്ഞതിനെ തുടർന്ന്. സമഗ്രമായ അഴിച്ചുപണി ഉടൻ ഉണ്ടാകുമെന്നും വിവരം. MR അജിത് കുമാർ എക്സൈസ് കമ്മീഷണർ ആകില്ല. മഹിപാൽ യാദവ് തുടരും. കുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ട് വരുന്നത് വിലക്കി കോഴിക്കോട്ടെ സർക്കാർ സ്കൂൾ. വിലക്ക് കൊയിലാണ്ടി മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന ബോർഡ് സ്ഥാപിച്ച് PTA-യും സ്റ്റാഫ് കൗൺസിലും. തീരുമാനം ലിപ്സ്റ്റിക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്ന വിലയിരുത്തലിൽ എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ന്യൂസ് 18നോട്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗളൂരുവിലും കനത്ത മഴ. ഇന്നത്തെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL മത്സരം ഉപേക്ഷിച്ചു. വിശദമായി നോക്കാം. ഏറെ പ്രതീക്ഷയോടെ ഭൗമ നിരീക്ഷണത്തിനായുള്ള EOS-09 ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിക്കാൻ നടത്തിയ PSLV C-61 വിക്ഷേപണം പരാജയം. 2ാം ഘട്ടത്തിന് ശേഷമാണ് ദൗത്യം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാകാതെ പരാജയപ്പെട്ടത്.
രാവിലെ 5:59 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-61 വിക്ഷേപിച്ചത്. തുടക്കം ഗംഭീരമായിരുന്നു. 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ ദൗത്യം ലക്ഷ്യത്തിലെത്താത്തതിന്റെ സൂചനകൾ ലഭിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനമാണ് PSLV. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation and the mission could not be accomplished. After analysis, we shall come back. Thank you. PSLVയുടെ 63ാമത്തെയും ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്നുള്ള 101ാമത്തെയും വിക്ഷേപണവുമായിരുന്നു ഇത്. ഏത് കാലാവസ്ഥയിലും ഭൗമനിരീക്ഷണം നടത്തുമെന്നും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാനുള്ള ശേഷി ഉള്ളതുമായിരുന്നു EOS-09 ഉപഗ്രഹം. ഭവ്യ പാർവതി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഭവ്യ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിമിഷം പോലും ഇതൊരു പരാജയമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതേ അല്ല. അത്രത്തോളം അപ്രതീക്ഷിതമായി നമ്മളെ തേടിയെത്തിയ ഒരു വാർത്തയായിരുന്നു ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളത്. ആദ്യ ഘട്ടങ്ങളൊക്കെ വളരെ സ്മൂത്തായി കടന്നുപോയി. ഏത് ഘട്ടത്തിലാണ് ഒരു പാളിച്ചയിലേക്ക് പോയി എന്നുള്ള സൂചന ISRO പങ്കുവച്ചത്? ആര്യ, ISROയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി ഇന്ന് പിറക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അഭിമാനത്തോടു കൂടി ആ വാർത്ത പറയാൻ വായിക്കാൻ കാത്തിരുന്നവരാണ്. പക്ഷേ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട്, ഏറെ നിരാശപ്പെടുത്തിക്കൊണ്ട് PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടു എന്നുള്ള ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഇന്ന് പുലർച്ചെ പ്രേക്ഷകരെ കാത്തിരുന്നത്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-09 ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചില്ല. വിക്ഷേപണത്തിന് ശേഷം 3ാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിതമായൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായൊരു പ്രശ്നമാണ് ഈ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിക്കാതെ പോയത്. 2ാം ഘട്ടം വരെ വളരെ സ്മൂത്തായി കാര്യങ്ങൾ പോയതാണ്. പക്ഷേ 3ാം ഘട്ടത്തിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായൊരു നീക്കമാണ്, ഒരു അപ്രതീക്ഷിതമായാണ് ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ടാണ് ദൗത്യം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വന്നത്. ISRO ചെയർമാൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമെന്നാണ് ISRO ചെയർമാൻ അറിയിച്ചത്. ഈ ഒരു ദൗത്യം പരാജയപ്പെട്ടതിന് ശേഷം എന്തായാലും ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, PSLV ദൗത്യം പരാജയപ്പെടുന്നത് അത്യപൂർവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇതുവരെ 2 പരാജയങ്ങൾ മാത്രമേ PSLVയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് ഭാഗികമാണ്. ഇപ്പോഴിതാ 3ാമത്തെ ഒരു പരാജയം കൂടി ഉണ്ടായിരിക്കുന്നു. PSLVയുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 3 പരാജയങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടി കൂട്ടി 3ാമത്തെ പരാജയമാണ് PSLVക്ക് ഉണ്ടായിരിക്കുന്നത്. 60-ൽ പരം വിക്ഷേപങ്ങൾ, 63 ദൗത്യങ്ങളിൽ ഇതുവരെ PSLV പങ്കെടുത്തു. അതിൽ 59 വിക്ഷേപങ്ങളും വിജയകരമായിരുന്നു. ഇപ്പോഴിതാ 3ാമത്തെ ഒരു പരാജയം നേരിട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി 5 നൂതന ഇമേജിംഗ് സംവിധാനങ്ങളാണ് ഈ ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത്, EOS-09 എന്ന ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായി ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തികളിൽ നിരീക്ഷണം, കൃഷി, വനം, മണ്ണിന്റെ ഈർപ്പം, വെള്ളപ്പൊക്കം എന്നിവയൊക്കെ ശേഖരിക്കുന്നതിന് സജ്ജമാക്കിയ ഒരു ഉപഗ്രഹമായിരുന്നു. പക്ഷേ എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ ഉപഗ്രഹം നമുക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചില്ല. 5 വർഷമായിരുന്നു EOS-09 ആയുസ് പ്രവചിച്ചിരുന്നത്. പക്ഷേ ആ ആയുസ് പോലും അതിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ്. നിലവിലുള്ള ഭൗമ ഉപഗ്രഹങ്ങളായ റിസോർസാറ്റ്, കാർട്ടൂർസാറ്റ്, റിസോർസാറ്റ്, റിസാറ്റ്-2B തുടങ്ങിയവയുടെ പട്ടികയിലേക്കായിരുന്നു EOS-09 കൂടി ചേർക്കപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ അതും സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ EOS-09 സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു രാജ്യം അതിനെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും പ്രധാനമായി PSLVയുടെ 63ാമത്തെ വിക്ഷേപണം കൂടിയാണ് ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 5:59 വിക്ഷേപിച്ചിരുന്നത്. തുടക്കം ഗംഭീരമായിരുന്നു. പക്ഷേ 3ാം ഘട്ടത്തിൽ പാളിച്ച സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിച്ച ശേഷം അത് പരിശോധിക്കും. അതിനുശേഷം ഞങ്ങൾ ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ISRO ചെയർമാൻ അറിയിച്ചത്. എന്തായാലും ഇന്നലെ തന്നെ അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു സ്പേസ് സെന്ററിൽ നിന്ന്. പക്ഷേ ഇന്ന് 5:59 കൃത്യം 5:59
സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നടന്നത്. PSLV C-61 വിക്ഷേപിച്ചത്. പക്ഷേ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അത് ദൗത്യം കണ്ടില്ല, വിജയം കണ്ടില്ല എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏകദേശം 1696 കിലോഗ്രാം ഭാരമുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു EOS-09. എന്തായാലും അത് ലക്ഷ്യം കണ്ടില്ല എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. പക്ഷേ നമ്മൾ തിരിച്ചു വരും. നമുക്കറിയാം ISROയുടെ വിജയഗാഥ. ഒരുപാട് വിജയങ്ങൾ കണ്ടതാണ് മംഗൾയാൻ, ചന്ദ്രയാൻ 1, 2 ആദിത്യ തുടങ്ങിയ ഒരുപാട് വിജയങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരും പുതിയ ദൗത്യവുമായി. ഈ ദൗത്യം എന്താണ് പരാജയപ്പെട്ടത്, പരാജയ കാരണം എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് വീണ്ടും EOS-09 അല്ലെങ്കിൽ പുതിയൊരു ദൗത്യവുമായി ISRO തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ആര്യ, തീർച്ചയായും ഭവ്യ പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്. PSLVയുടെ 63ാമത്തെയും ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെയും വിക്ഷേപണത്തറയിൽ നിന്നുള്ള 101ാമത്തെയും വിക്ഷേപണമായിരുന്നു ഇത്. വളരെ പ്രതീക്ഷയോടെ രാജ്യം ഉറ്റുനോക്കിയ വിക്ഷേപണം. ഏത് കാലാവസ്ഥയിലും ഭൗമ നിരീക്ഷണം, അതിർത്തി സുരക്ഷ, വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാനുള്ള ശേഷി എന്നിവയെല്ലാം അടങ്ങിയതായിരുന്നു EOS-09 എന്ന ഉപഗ്രഹം. പക്ഷേ നിർഭാഗ്യവശാൽ ഭ്രമണപഥത്തിൽ ഈ ഉപഗ്രഹത്തെ നമുക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. 3ാം ഘട്ടം വരെ എല്ലാം സ്മൂത്ത് ആയിരുന്നു, നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ. പക്ഷേ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ അപ്പോഴാണ് സംഭവിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ PSLVക്ക് ഇത്തരത്തിൽ പരാജയം നേരിട്ടിട്ടുള്ളൂ. അത് എന്താണ്, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ISROയിൽ നിന്ന് തന്നെ കേൾക്കണം. പഠിച്ച ശേഷം വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. +5 seconds. Lift off normal. Auto tracking. PT driver tracking. PSLV C-61 का सफलतापूर्ण उत्थापन प्रथम प्रमोचन मंच से अपने उद्दिष्ट कक्षा की ओर अपना सफर जारी कर चुका है. Normal. There's a magnificent liftoff. The morning sky made brighter by the PSLV. EOS-09 on its journey to orbit. Strap-ons ignited. The vibration of the rocket launch is indeed to the +40 seconds. गर्जना करता हुआ PSLV C-61 आकाश में पूर्ण गर्जना से सबको अचंभित करता हुआ अपने उद्दिष्ट कक्षा की ओर जा रहा है. First stage preparation. प्रथम चरण का निष्पादन, सभी तंत्र पूरी तरह सामान्य कार्य करते हुए. Shar ground station currently tracking the launch vehicle and will continue to track till PS4 ignition around 500. Ground lead strap-on separated. P2 change route SCBT2. ग्राउंड लेड स्ट्रैप ऑन को यान से पृथक कर दिया गया है. इस घटनाक्रम में अगला एयर लेड स्ट्रैप ऑन को पृथक किया जाना है. The ground lead ISROയിൽ നിന്ന് ആ കേട്ട കമന്ററി പോലെ പ്രഭാത ആകാശത്തെ കൂടുതൽ പ്രകാശമയമാക്കിക്കൊണ്ട് കുതിച്ചുയർന്ന PSLV അത് ആ ദൗത്യം പരാജയപ്പെടുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അത്രത്തോളം നാളുകൾ നീണ്ട പരിശ്രമങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും ശേഷമായിരുന്നു ആ സുപ്രധാനപ്പെട്ട ഉപഗ്രഹത്തെ EOS-09 നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. പാക് ഭീകരവാദം ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ പാർട്ടിയുടെ 4 നേതാക്കളും ഭാഗമാകുമെന്ന് കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെയും BJPയുടെയും നിലവാരത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നും ദേശീയ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ BJP രാഷ്ട്രീയം കളിക്കുന്നതായും കോൺഗ്രസ് വിമർശിച്ചു. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. ശശി തരൂരിന്റെ സംഘത്തിലെ ആ ഒരു സംഘത്തിലേക്ക് BJP ക്ഷണിക്കുന്നു. പക്ഷേ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വലിയ വിവാദങ്ങൾ ചൂടുപിടിച്ച ദിവസമായിരുന്നു ഇന്നലത്തേത്. ഇന്നിപ്പോൾ BJP ഈ വിഷയത്തിൽ രാഷ്ട്രസ്നേഹത്തിനും അപ്പുറമൊക്കെ BJP രാഷ്ട്രീയം കളിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ന വലിയ വിമർശനവുമായി രംഗത്തേക്ക് എത്തുകയാണല്ലേ കോൺഗ്രസ്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ്. ശശി തരൂർ ഏതായാലും പോകും എന്ന് ഇന്നലെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇന്നലെ ഏതായാലും രാത്രിയാണ് ഒരു സമ്പൂർണ്ണ പട്ടിക
കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തുവിട്ടത്. പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവാണ് ഈ 7 അംഗ സംഘത്തിൽ ആരൊക്കെ എന്ന് സംബന്ധിച്ച സമ്പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിട്ടത്. ഇത് പ്രകാരം ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബൈജയന്ത് പാണ്ഡ, BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം നയിക്കുന്ന സംഘമാണ്. ഇവരാണ് സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റിൻ, അൾജീരിയ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുക. ഇത് കൂടാതെ രവിശങ്കർ പ്രസാദ് നയിക്കുന്ന സംഘം UK, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. അതിനുശേഷം ശിവസേന നേതാവായ ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന സംഘമാണ് UAE, ലൈബീരിയ, ഒപ്പം തന്നെ കോങ്കോ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുക. സഞ്ജയ് കുമാർ ജ JDUവിൻ്റെ നേതാവാണ്. അദ്ദേഹം നയിക്കുന്ന സംഘം ഇന്തോനേഷ്യ, മലേഷ്യ, കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. അടുത്ത സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. USA, പനാമ, ബ്രസീൽ, കൊളംബിയ, ഗയാന എന്നിവിടങ്ങളിലാണ് ഈ സംഘം സന്ദർശനം നടത്തുക. കനിമൊഴി നയിക്കുന്ന സംഘം സ്പെയിൻ, ഗ്രീസ്, സ്ലൊവേനിയ, റഷ്യ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. അവസാനത്തെ സംഘത്തെ നയിക്കുന്നത് സുപ്രിയ സുലെയാണ്. ആ സംഘം ഈജിപ്ത്, ഖത്തർ, ഇത്യോപ്യ തുടങ്ങിയ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും സന്ദർശനം നടത്തും. ഏതായാലും ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. കാരണം കിരൺ റിജിജുവിൻ്റെ ഈ പോസ്റ്റ് ട്വിറ്ററിൽ ട്വീറ്റ് വരുന്നത് ഏതാണ്ട് 10:30 കൂടിയാണ്. 12 മണിക്കാണ് ജയറാം രമേശിൻ്റെ പേരിൽ ഔദ്യോഗിക പേജിൽ, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. അതിലാണ് ഏതായാലും കോൺഗ്രസിൻ്റെ 4 നേതാക്കളും ഈ സംഘത്തിൻ്റെ ഭാഗമാകുവാൻ നിലപാട് പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ വലിയ വിമർശനം അതിന് പിന്നാലെ നടത്തുന്നുമുണ്ട്. കാരണം ദേശീയ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ മുന്നിൽ വെച്ചിട്ട് പോലും BJP രാഷ്ട്രീയം കളിക്കുകയാണ്. അത്തരം നിലവാര തകർച്ചയിലേക്ക് ഏതായാലും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. അത്തരം നിലവാര തകർച്ചയിലേക്ക് കോൺഗ്രസ് പോകുന്നില്ല എന്ന കടുത്ത വിമർശനം നടത്തുന്നുണ്ട് പാർട്ടി. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആ പോസ്റ്റിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് 16-ാം തീയതിയാണ് ഇത്തരത്തിൽ സംഘത്തിലേക്ക് പേര് ചോദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അത് പ്രകാരം പാർട്ടി 4 പേരുകൾ നിർദ്ദേശിച്ചു. എന്നാൽ അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ പാർട്ടി നൽകിയ പട്ടികയിൽ ഒരാളുടെ പേര് മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വിമർശനമായി ഉന്നയിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസ് നൽകിയ പട്ടിക എന്ന് പറയുന്നത് ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, രാജ്യസഭയിലെ അംഗം കൂടിയായ സയ്യിദ് നസീർ ഹുസൈൻ, ഒപ്പം തന്നെ രാജ ബ്രാർ, പഞ്ചാബിൽ നിന്നുള്ള രാജ ബ്രാർ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ അതിൽ അംഗീകരിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പട്ടികയിലുള്ളത് ശശി തരൂർ, അമർ സിംഗ്, മനീഷ് തിവാരി, ആനന്ദ് ശർമ്മ എന്നിവരാണ്. അതായത് ആനന്ദ് ശർമ്മ എന്ന ഒറ്റ പേര് മാത്രമാണ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് അംഗീകരിച്ചിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ വലിയ വിമർശനം ഇടയാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധം BJP ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകുന്നത്. ER തുടരുക. ഈ രാഷ്ട്രീയ വിവാദമൊക്കെ കൊഴുക്കുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഇന്ത്യ-പാക് DGMO തല ചർച്ച ഇന്നുണ്ടായേക്കും എന്നുള്ളതാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള 4ാമത്തെ ചർച്ചയാണിത്. ER തുടരുന്നുണ്ട്. ER, അത്രത്തോളം നിർണായകമായ ഒരു ചർച്ചയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരി 4ാമത്തെ ചർച്ചയാണ് ഇനി നടക്കാനിരിക്കുന്നത്. കാരണം 10-ാം തീയതിയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിൽ വെടിനിർത്തൽ കരാറിന് സന്നദ്ധ അറിയിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വ്യോമസേനാ താവളങ്ങളൊക്കെ തന്നെ തകർന്നിരുന്നു. 11 വ്യോമസേനാ താവളങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു. ഇതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാൻ തയ്യാറായത്. അന്ന് 10-ാം തീയതി 3:30 നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. അതിനുശേഷം പിന്നീട് 2 യോഗങ്ങൾ കൂടി, DGMO തലത്തിലുള്ള യോഗങ്ങൾ കൂടി നടന്നു. അത് 12-ാം തീയതിയും ഒപ്പം തന്നെ 14-ാം തീയതിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 18-ാം തീയതി വരെ വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത്. ഏതായാലും ഇന്നത്തെ യോഗം ഇന്ത്യയുടെ DGMO തലത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ പാക് വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് DGMO തലത്തിലുള്ള യോഗം 18-ാം തീയതി, അതായത് ഇന്ന് നടക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ സേനാ വിന്യാസമൊക്കെ തന്നെ അതിർത്തി മേഖലയിൽ കൂടുതലാണ് 2 രാജ്യങ്ങളുടെയും. സ്വാഭാവികമായും കൂടുതൽ സേനകളെ ആ മേഖലയിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യം പ്രധാന ചർച്ചയായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല 10-ാം തീയതി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അന്ന് രാത്രി പാകിസ്ഥാന്റെ ഭാഗത്ത് ഡ്രോണുകൾ വരുന്ന സ്ഥിതി ഉണ്ടായി. ഷെല്ലുകൾ അതിർത്തിയിലടക്കം LOCയിലടക്കം ഷെല്ലുകൾ
ഇന്ത്യയിലേക്ക് അയക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം അതിർത്തി ഇപ്പോൾ ശാന്തമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ, പ്രകോപനമൊന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇരു സൈന്യവും തമ്മിലുള്ള പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ, അത്തരം ചർച്ചകളിലേക്കായിരിക്കും ഇന്ന് ഏതായാലും കടക്കുക. ഏതായാലും ഔദ്യോഗികമായി ഈ യോഗം സംബന്ധിച്ച വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. പക്ഷേ 18-ാം തീയതി വരെയാണ് നിലവിൽ വെടിനിർത്തൽ കരാർ നീട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ സാഹചര്യവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും രണ്ട് DGMOമാരും എത്തിച്ചേരുക എന്ന കാര്യത്തിൽ സംശയമില്ല. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നവശേവ, കൊൽക്കത്ത തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതിക്ക് ഇളവുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള മത്സ്യം, LPG, ഭക്ഷ്യ എണ്ണ, ക്രഷ്ഡ് സ്റ്റോൺ എന്നിവയുടെ ഇറക്കുമതിക്ക് തുറമുഖ നിയന്ത്രണങ്ങൾ ബാധകമല്ല. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ലിപ്സ്റ്റിക്കിന് നിരോധനം. കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളാണ് പുതിയ അധ്യയന വർഷം സ്കൂളിൽ പെൺകുട്ടികൾ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് വരരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കൊയിലാണ്ടി മാപ്പിള സ്കൂളും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സ്കൂൾ കെട്ടിടത്തിൽ കുട്ടികൾക്കായി ഒരു അറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. PTA-യും സ്റ്റാഫും ചേർന്നാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കുട്ടികളിൽ ലിപ്സ്റ്റിക്കിന്റെയും ലിപ് ബാമിന്റെയും ഉപയോഗം അമിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു. താഴ്ന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ തടഞ്ഞിരുന്നു. നിരന്തര ലിപ്സ്റ്റിക് ഉപയോഗം കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ചെറിയ ക്ലാസ് മുതലേ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ അമിതമായ ഉപയോഗം കൊണ്ട് അവർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവരോട് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാതെ സ്കൂളിൽ വരുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് അവരുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ബോധവൽക്കരണം നടത്തി. കൂടാതെ PTA, SMC-യും അധ്യാപകരും ഒക്കെ കൂടി തീരുമാനിച്ചു ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ ക്യാമ്പസുകളിലുടനീളം വെച്ചു. അതുകൊണ്ട് കുറെ കുട്ടികൾക്ക് മാറ്റം ഉണ്ടായി. ഇവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും വില കുറഞ്ഞ, വളരെ ക്വാളിറ്റി കുറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. അത് കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. മതപരമായ കാരണങ്ങളാണ് ലിപ്സ്റ്റിക് നിരോധനത്തിന് പിന്നിലുള്ളതെന്ന വിമർശനം ഉയരുന്നതായി സ്കൂൾ അധികൃതർ പറയുന്നു. എന്നാൽ ഇത്തരം പരിഗണനകൾ നടപടിക്ക് പിന്നിലില്ല എന്നും സ്കൂൾ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലുള്ള പല നിയന്ത്രണങ്ങളും സ്വാഭാവികമായും പല സ്കൂളുകളിലും പണ്ടുകാലം മുതൽ ഉള്ളതാണ്. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ നമ്മൾ ഏത് തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ പ്രസന്റ് ചെയ്യപ്പെടണം എന്നുള്ളത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ തലത്തിൽ കൂടി അതിനെ നോക്കിക്കാണണം. പക്ഷേ അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം. പക്ഷെ അതിനപ്പുറം ചില മാനങ്ങൾ വിദ്യാർത്ഥികൾ നൽകുന്നുണ്ടോ? രക്ഷിതാക്കൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് അവർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു തീരുമാനമായി ഇതിനെ കണക്കാക്കുന്നുണ്ടോ വിദ്യാർത്ഥികൾ? ഈ പലതരത്തിൽ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ അവധിക്കാലമാണ്, കുട്ടികൾ ക്യാമ്പസിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും ഈ ചൂടുകാലമൊക്കെ കണക്കിലെടുത്ത് ക്ലാസ്സുകൾ 1-ാം തീയതി ആണ്, ജൂൺ 1-നാണ് ആരംഭിക്കുന്നത്. അതിനു മുമ്പായാണ് ഇത്തരത്തിലൊരു ക്രമീകരണം സ്കൂളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെയൊക്കെ ഈ താഴ്ന്ന ക്ലാസ്സുകളിൽ, ഈ പ്രൈമറി വിഭാഗത്തിലൊക്കെ ഉള്ള ക്ലാസ്സുകളിലും അപ്പർ പ്രൈമറി വിഭാഗത്തിലുള്ള ക്ലാസ്സുകളിലുമൊക്കെ ഇത്തരത്തിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് കർശനമായി നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ ഏതാണ്ട് എല്ലാവരും തന്നെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇത് ഒരു ക്യാമ്പസിൽ നിന്ന് ഇത് ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് സ്കൂൾ അധികൃതർ എത്തിയിരിക്കുന്നത്. ഈ തീരുമാനത്തിന് മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം SMC-യുടെയും PTA-യുടെയും ഒക്കെ പിന്തുണ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ ബലപ്രയോഗത്തിലൂടെയുള്ള ഒരു നിരോധനം എന്നതിനപ്പുറം കുട്ടികളെ വിശ്വാസത്തിലെടുത്തുള്ള ഒരു നിയന്ത്രണമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ശാരീരികമായ വസ്തുക്കൾ, ഈ സൗന്ദര്യവർദ്ധക
വസ്തുക്കളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് പലപ്പോഴും കുട്ടികളുടെ ഒരു ചോയ്സായി മാറുന്നുണ്ട്. ഈ വസ്ത്രധാരണത്തിലൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ മിക്ക സ്കൂളിലുമുണ്ട്. കാരണം യൂണിഫോമാണ് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉള്ളത്. എങ്ങനെ ഷൂ ധരിക്കണം, എങ്ങനെ ടൈ ഒക്കെ ഉള്ള സ്കൂളുകളിൽ ടൈ ധരിക്കണം എന്നിവയിലൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഈ ഫേസ് ക്രീം പോലുള്ള വസ്തുക്കൾക്ക്, സാമഗ്രികൾക്ക് എത്തരത്തിലൊരു നിയന്ത്രണം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു പെരുമാറ്റച്ചട്ടം നിലവിൽ നമ്മുടെ സ്കൂളുകളിലല്ല. പലപ്പോഴും പല രീതിയിൽ ഈ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ വലിയ നിറമുള്ള ഒരുപാട് പെട്ടെന്ന് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന തരത്തിലുള്ള ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ പലരും അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. അത് അങ്ങേയറ്റം ഒരു അരോചകമായ രീതിയിൽ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ചേരാത്ത രീതിയിലാണെങ്കിലൊക്കെയാണ് അതിനെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറ്റാൻ കഴിയുകയെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മറിച്ച് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിനായി നേരിയ തോതിൽ ഇത് ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ ഇല്ലാതാക്കും എന്ന ഒരു ചോദ്യം ബാക്കി വന്നിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നു എന്നാണ്. പ്രത്യേകിച്ചും ഈ തീരമേഖലയോട് ചേർന്ന ഇടത്തുള്ള സ്ഥലമാണ് സ്കൂൾ. അതുകൊണ്ട് അത്തരം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തുന്നത്. അവർ ഈ ശരാശരിയിലും താഴെയുള്ള നിലവാരമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ചുണ്ടുകൾക്കും മറ്റുമൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ തീരുമാനം. അടുത്തിടെ ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇത്തരത്തിൽ വ്യാപകമായ പ്രചാരണങ്ങളുണ്ടായിരുന്നു. ഈ ലിപ്സ്റ്റിക്ക് ധരിച്ചാൽ ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ വരും, കുട്ടികളിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു, ഈ ദീർഘനാൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഈ ചുണ്ടിനെ ദോഷകരമായി ബാധിക്കുന്നു, ക്യാൻസർ പോലെയുള്ള രോഗാവസ്ഥയിലേക്ക് എത്തുന്നു എന്നടക്കമുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം പ്രചാരണങ്ങളെ കൂടെ വിശ്വാസത്തിലെടുത്ത് വേണം ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് സ്കൂൾ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് അനീഷ്. ഞാൻ അനീഷിലേക്ക് മടങ്ങിയെത്താം. തിരുവനന്തപുരം ഡോക്ടർ എൻജെ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ നഫീന ജാസ്മിൻ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഡോക്ടർ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കോഴിക്കോട് സ്കൂളിലെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ അധ്യയന വർഷം മുതൽ അത് നടപ്പാക്കുകയാണ്. അത്തരത്തിലുള്ള സ്റ്റിക്കറുകളൊക്കെ ആ സ്കൂളിൽ പതിച്ചു കഴിഞ്ഞു. ഈ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് അമിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അധ്യാപകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതിലെന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ? തീർച്ചയായും. നമുക്ക് ഈ ഒരു ടോപ്പിക് പറയുമ്പോൾ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ ചർമ്മത്തെക്കുറിച്ച്, അതായത് അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. രണ്ട്, ലിപ്സ്റ്റിക്കിലെ അടങ്ങിയ കണ്ടൻസിനെ കുറിച്ച്. അപ്പൊ നമ്മൾ കുട്ടികളുടെ ചർമ്മത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടികളുടെ ചർമ്മം ഒരു ജനിച്ചു വീഴുന്ന കുട്ടി തൊട്ട് ആ ചർമ്മം, അത് സ്കിന്ന് വളരെ തിന്നാണ്, കട്ടി കുറവുള്ള സ്കിന്നാണ്. നമ്മൾ ഒരു അഡൽട്ട് വലിയവരിലുള്ള സ്കിന്ന് കമ്പയർ ചെയ്യുമ്പോൾ സ്കിന്ന് വളരെ തിന്നായിട്ടുള്ള സ്കിന്നാണ്. സോ എന്ത് നമ്മൾ ഒരു ക്രീം ആവട്ടെ, ഒരു ഓയിൻമെന്റ് ആവട്ടെ, അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനുള്ള അബ്സോർപ്ഷൻ റേറ്റ്, അത് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന റേറ്റ് വളരെ ഫാസ്റ്റർ ആണ്. സോ നമ്മളൊരു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളിൽ എന്ത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും വളരെ മൈൽഡ് ആയിട്ടുള്ള, അതായത് സ്ട്രെങ്ത് വളരെ കുറവുള്ള, പൊട്ടൻസി വളരെ കുറവുള്ള ക്രീംസോ ഓയിൻമെന്റ്സോ മരുന്നോ കൊടുക്കുന്നത്. ബിക്കോസ് ഈ അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയത് കാരണം നമ്മൾ പൊട്ടൻസി കൂടുതലോ അല്ലെങ്കിൽ കണ്ടൻസ് കൂടുതലോ കൊടുക്കുമ്പോൾ ലോങ് ടേം നമുക്ക് ടോക്സിസിറ്റി അല്ലെങ്കിൽ ലോങ് ടേം സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടാണ് കുട്ടികളിൽ എന്ത് കൊടുക്കുക, പ്രിസ്ക്രൈബ് ചെയ്യുക. സോ കമ്മിങ് ടു ലിപ്സ്റ്റിക് കണ്ടൻസ്, ഇപ്പോൾ കുട്ടികളിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് അറിയേണ്ടത് അതിന്റെ കണ്ടൻസിനെ കുറിച്ചാണ്. സോ ലിപ്സ്റ്റിക്കിൽ നമുക്ക് മെയിനായിട്ട് ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലെഡ്, കാഡ്മിയം പോലത്തെ ഹെവി മെറ്റൽസ് ആണ്. പിന്നെ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്, ലൈക്ക് പാരബൻസ്. പിന്നെ കളർ കൊടുക്കുന്ന ഡൈസ് ഉണ്ട്. പിന്നെ മണം നൽകുന്ന ഫ്രാഗ്രൻസസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ലോങ് ടേം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ്, കാഡ്മിയം പോലത്തെ കണ്ടൻസ് ഉള്ളപ്പോൾ നമുക്കിത് ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്ന കാരണം ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് യെസ് ഡെഫിനറ്റ്ലി അതുണ്ട്. ലെഡ് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസസ് ലോങ് ടേം ഉണ്ടാകാം. ചില പെട്രോ കെമിക്കൽസ് എല്ലാം അടങ്ങിയത് കാരണം ഈവൻ ഗ്രോത്തിന് ഇമ്പാക്ട് ഉണ്ടാകാം. ഇതൊക്കെ ക്രോണിക് ആയിട്ട് വരുന്ന ഹെൽത്ത് ഇമ്പാക്ട്സ് ആണ്. വേറെ ഈ
ഡൈസും ഫ്രാഗ്രൻസസ് ഒക്കെ നമുക്ക് അക്യൂട്ടായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അതായത് പെട്ടെന്ന് വരുന്ന അലർജീസ് ഉണ്ടാക്കും. അതാണ് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയാം. അതായത് ഈ ലിപ്സ്റ്റിക്കിന്റെ കണ്ടൻസ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡൈസ് ഫ്രാഗ്രൻസ് പോലത്തെ കണ്ടൻസ് കാരണം അത് നമ്മുടെ സ്കിന്നിലെ കോണ്ടാക്ട് കാരണം നമുക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാകും. അലർജി കാരണം ഉണ്ടാകുന്ന സ്കിൻ ചേഞ്ചസിനാണ് നമ്മൾ ഈ എക്സിമ അല്ലെങ്കിൽ ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ സ്കിന്ന് നമുക്ക് ചൊറിഞ്ഞു പൊട്ടുകയും ചുമന്ന് തടിക്കുകയും എക്സ്ട്രീം കേസസിൽ ഇവൻ പൊട്ടിയൊലിക്കുന്ന അവസ്ഥ വരെ വരാം. ഇൻഫ്ലമേഷൻ എന്നതിന് പറയുക. ഇത് ലിപ്പിന് മാത്രമല്ല, ലിപ്പിന് സറൗണ്ടിങ് ആയിട്ട് ചുറ്റുമുള്ള സ്ഥലത്ത് സ്പ്രെഡ് ആകാം. പിന്നെ ഇതിന്റെ കണ്ടന്റ് സപ്പോസ് ഇപ്പൊ കൈ കൊണ്ട് തൊട്ടിട്ട് അതിപ്പം ഈ കണ്ണിന്റെ മുകളിലൊക്കെ തൊടുകയാണെങ്കിൽ ഐലിഡ് ഡെർമറ്റൈറ്റിസ്, എക്സിമ അങ്ങനെ സ്പ്രെഡ് ആവുകയും ചെയ്യാം. പിന്നെ വേറൊരു കണ്ടന്റ് അതിനുള്ളത് പ്രിസർവേറ്റീവ്സ് ലൈക്ക് പാരബൻസ് ഒക്കെയാണ്. അതും കാർസിനോജനിക് ആണ്. കാർസിനോജനിക് എന്ന് വെച്ചാൽ ക്യാൻസറസ് പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ ചാൻസ് ലോങ് ടേം. അപ്പൊ നമ്മൾ ഈ ലോങ് ടേം ഉണ്ടാവുന്ന പോസിബിലിറ്റീസും എപ്പോഴും കൺസിഡർ ചെയ്യണം. ക്രോണിക് ആയിട്ടുള്ള അക്യൂട്ട്, അതായത് പെട്ടെന്ന് വരുന്ന അലർജിക് റിയാക്ഷൻസും നമ്മളത് കൺസിഡർ ചെയ്യണം. ഡോക്ടർ, ഒരു കാര്യം, നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ മാത്രമാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക? ഇപ്പൊ നമുക്ക് അലർജി, ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് വരുന്ന അക്യൂട്ട് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്നില്ല. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ തന്നെ അലർജിക്ക് ആവേണ്ട സ്കിന്നും ആ കുട്ടിക്ക് അതിന് അലർജി പ്രോൺ ആണെങ്കിൽ അത് അലർജി അപ്പൊ തന്നെ വരും. ദെൻ ആൻഡ് ദെയർ അന്ന് ദിവസം തന്നെ അലർജി വരാൻ ചാൻസ് ഉണ്ട്, പൊട്ടിയൊലിക്കുന്ന ഇഷ്യൂസും എക്സിമ വരാനായിട്ട്. മറ്റേത് ക്രോണിക് ആയിട്ടുള്ളത് ലോങ് ടേം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനും അതിന്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സൈഡ് എഫക്ട്സും വരും. കാരണം ഇത് ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ ഡെയിലി അബ്സോർപ്ഷൻ വന്നിട്ട് നമ്മളെ ബോഡിയിൽ ക്യുമുലേറ്റീവ്, അതായത് ഇതിന്റെ അബ്സോർപ്ഷൻ ഇങ്ങനെ തങ്ങി നിന്ന് അങ്ങനെ വരുന്ന ഒരു ലോങ് ടേം ഇഫക്ട്സ് ആണ്. സോ നെവർ, കുട്ടികളിൽ ഇറ്റ്സ് നെവർ അഡ്വൈസബിൾ. തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ നഫീന ജാസ്മിൻ ഞങ്ങളോടൊപ്പം ചേർത്തതിന്. തിരുവനന്തപുരം ഡോക്ടർ NJ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റും ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ നഫീനയാണ് നമുക്കൊപ്പം. ലിപ്സ്റ്റിക്കിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് വരുത്തുന്ന വിനാശം, അത് എത്രത്തോളം ഗുരുതരമാണ്, പ്രത്യേകിച്ച് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ എന്നതിനെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചത്. MS അനീഷ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്, അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ബോധവൽക്കരണം സ്കൂളിൽ നൽകേണ്ടതുണ്ട് ഓരോ കുട്ടികൾക്കും. അതിനപ്പുറം ഒരു ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന തരത്തിലേക്ക് ലേബൽ ചെയ്യുമ്പോൾ, കർശനമായി പല നിയന്ത്രണങ്ങളും കൊണ്ടുവരുമ്പോൾ അത് കുട്ടികളെ ഒരു പക്ഷേ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് മാനസികമായി. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് എലമെൻ്റ് ആണ്, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുട്ടികളെ അത് ബാധിക്കും. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണിത്, 16ഉം 17ഉം വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ പരിപാടി നടക്കുന്ന സമയങ്ങളിൽ പോലും ദിവസങ്ങളിൽ പോലും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി ഈ പൂർണ്ണമായും ഒരു നിരോധനം വരുന്ന ഘട്ടത്തിലുണ്ട്. അതാകാം ഒരുപക്ഷെ കുട്ടികളെ കൂടുതൽ വേദനിപ്പിക്കുക. തീർച്ചയായും അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം കുട്ടികളാണ്, അവർക്ക് ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളോട് ഒരു അനുകരിക്കുക എന്ന ഒരു പ്രവണത കൂടുതലുള്ളവരാണ്. അവർക്ക് ഈ വശങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അവർ തന്നെ ഒരു സ്വയം നിയന്ത്രണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ കൂടുതൽ നല്ലതാണ്. മറിച്ച് ഒരു കാര്യം അടിച്ചേൽപ്പിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരു റിബൽ സ്വഭാവം പലപ്പോഴും കുട്ടികളിൽ പ്രകടമാവുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, ഈ താമരശ്ശേരിയിലും സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളുമൊക്കെ കണ്ട ഒരുപാട് മയക്കുമരുന്ന് കേസുകളിൽ പോലും കുട്ടികൾ പങ്കാളികളാവുന്ന കാലമാണ്. ഒപ്പമുള്ള സഹപാഠിയെ അടിച്ചു കൊല്ലുന്നതിന് പോലും മടിയില്ലാത്ത കുട്ടികളുള്ള കാലമാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ഇത്തരം റിബൽ സ്വഭാവം കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനം അത് കർശനമായി നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരമൊരു നിയന്ത്രണം നടപ്പിലാക്കുമ്പോൾ മറ്റിടങ്ങളിൽ ഇക്കാര്യം അനുവദനീയമാണ് എങ്കിൽ ഈ കുട്ടികൾക്ക് സ്വാഭാവികമായൊരു വിഷമം അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് അവരുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നേരത്തെ ഡോക്ടർ പറഞ്ഞതൊക്കെ പ്രകാരം ഈ കുട്ടികൾ ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ദോഷകരമായ കാര്യം തന്നെയാണ്. ആരോഗ്യത്തെ അങ്ങേയറ്റം ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ പലപ്പോഴും ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായൊക്കെയാണ് ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കുട്ടികൾ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു ബോധവൽക്കരണവും കുട്ടികളുടെ കൂടെ സമാജത്തിലൂടെ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒപ്പം മറ്റിടങ്ങളിൽ കൂടെയൊക്കെ ഇത്തരത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ ഒരുപക്ഷെ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നടക്കുമെന്ന് നമുക്ക് കരുതാം. അറിയാം.
തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ലിപ്സ്റ്റിക് നിരോധനം വന്നത് കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുന്നവരുമാണ്. അപ്പോൾ കർശനമായ ഒരു നിയന്ത്രണം ക്യാമ്പസ് ലിപ്സ്റ്റിക് ഫ്രീ ആക്കി വയ്ക്കണം എന്നുള്ളൊരു നിയന്ത്രണം പാലിക്കുന്നതിനോടാണ്, അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നതിനോടാണ് അവർക്കൊരു ചെറിയ വിഷമമുള്ളത്. ഒരു പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് കുട്ടികളെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ആ അധ്യാപിക തന്നെ നമ്മളോട് ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വില കുറഞ്ഞ ലിപ്സ്റ്റിക്കുകൾ പ്രത്യേകിച്ച് അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതികഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ചില്ലറയല്ല. അത് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനപ്പുറം ഈ കർശനമായ നിയന്ത്രണം അത് ഏതൊരു കാര്യത്തിലും വെക്കുന്നത്, പ്രത്യേകിച്ച് ഒരു വ്യക്തി സ്വാതന്ത്ര്യം, തങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടണം, ഏത് തരത്തിൽ ഒരുങ്ങണം എന്നുള്ള വിഷയത്തിലൊക്കെ അമിതമായി കടന്നു കയറുന്നത് അവരെ മാനസികമായി ഒരുപക്ഷെ തളർത്തുന്ന കാര്യം കൂടിയാണ്. എന്നാലും മറ്റു വാർത്തകൾ നമുക്ക് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കെ സുധാകരന്റെ അതൃപ്തി ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പദവി ഒഴിഞ്ഞ സുധാകരന് പാർട്ടി മികച്ച പരിഗണന നൽകിയിട്ടുണ്ട്. KPCC പദമൊഴിഞ്ഞ ഒരു നേതാവിനും AICC വർക്കിംഗ് കമ്മിറ്റി അംഗത്വം മുമ്പ് നൽകിയിട്ടില്ല. താൻ കത്തോലിക്ക സഭയുടെ നോമിനിയായിട്ടല്ല KPCC അധ്യക്ഷ പദവിയിലെത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ന്യൂസ് 18 Q18 അഭിമുഖത്തിലായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. KPCC അധ്യക്ഷ മാറ്റം കൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. കെ സുധാകരന്റെ നോമിനിയാണ് സണ്ണി ജോസഫ് എന്നാണ് CPM പറയുന്നത്. പക്ഷേ ഈ അധ്യക്ഷ മാറ്റത്തിന് ശേഷം താൻ തൃപ്തരല്ല എന്ന തരത്തിൽ കെ സുധാകരൻ നടത്തിയ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സുധാകരന്റെ പ്രതികരണത്തോട് അതൃപ്തിയോട് പ്രതികരിക്കേണ്ട എന്നൊരു നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നത്? കെ സുധാകരൻ എൻ്റെ ശക്തനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ഈ പ്രഖ്യാപനം എൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ പേരാണ് വരുന്നതെങ്കിൽ ഞാൻ തൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അത് അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കി. പ്രഖ്യാപനം വന്ന അന്ന് എന്നെ കണ്ണൂരേക്ക് വിളിപ്പിച്ചു. ഞാൻ കണ്ണൂർ DCC ഓഫീസിലെത്തി. നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം എന്നെ ഷാളണിയിച്ചു, മധുരം തന്നു, ആലിംഗനം ചെയ്തു. അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റിന്റെ ചുമതല ഏൽക്കുന്ന ചടങ്ങിൽ അദ്ദേഹം എനിക്ക് ചുമതല കൈമാറി. അവിടെയും അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. അദ്ദേഹം എന്നെ പൂർണ്ണമായിട്ടും അക്കാര്യത്തിലേക്ക് എല്ലാ തരത്തിലും സഹായിച്ചു. എന്നെ പ്രസിഡന്റിന്റെ കസേരയിലിരുത്തി എൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചു. ഇന്നലെയും കണ്ണൂരിൽ എനിക്ക് DCCയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണം ഉണ്ടായിരുന്നു. തുറന്ന വാഹനത്തിൽ സുധാകരൻ വന്നു. DCC ഓഫീസിൽ വെച്ച് എനിക്ക് ഒരു പുഷ്പ കിരീടം എനിക്ക് അണിയിച്ചു തന്നു. എല്ലാ നല്ല വാക്കുകളും എനിക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം കൂടി സ്വീകരിച്ചു. അദ്ദേഹം CWC മെമ്പറാണ്. കേരളത്തിൽ നിന്ന് സമീപകാലത്ത് മാറിയ PCC പ്രസിഡന്റുമാരിൽ അദ്ദേഹത്തിന് മാത്രമാണ് ആ ഒരു അംഗീകാരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയുടെയും ത്യാഗത്തിൻ്റെയും സംഭാവനയുടെയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി മുന്നോട്ട് പോകും. താങ്കളെ അംഗീകരിക്കുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് അധ്യക്ഷ മാറ്റം നടന്നത് സ്വാഭാവിക രീതിയിലല്ല എന്നാണല്ലോ. അങ്ങനെയല്ല, AICC കേരളത്തിൽ ഇങ്ങനൊരു നേതൃത്വ മാറ്റത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയം ശരിയായില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയമായതുകൊണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം കെ സുധാകരൻ പലപ്പോഴായിട്ട് പ്രകടമാക്കുന്നുണ്ടല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്നെ ചുമതല ഏൽപ്പിച്ചതിൽ അദ്ദേഹത്തിന് നല്ല സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. എനിക്കെല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കരുത്താർജിച്ച് മുന്നോട്ട് പോകും. ഞാൻ മാത്രമല്ല, ഈ പുതിയ ടീമിനെ എല്ലാം അദ്ദേഹം ഉൾപ്പെടെയുള്ള കൂട്ടു നേതൃത്വം AK ആന്റണി പറഞ്ഞത് എന്താണ്? AK ആന്റണിയുടെ അനുഗ്രഹം തേടി ഞങ്ങൾ ചെന്നപ്പോൾ AK ആന്റണി പറഞ്ഞത് മലയോരത്ത് നിന്ന് കരുത്തുറ്റ ഒരു ടീമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം, ഞാൻ മലയോരത്ത് നിന്നാണെങ്കിൽ എല്ലാ ഭാഗത്തെയും പ്രതികരിച്ചുകൊണ്ടുള്ള കരുത്തുറ്റുള്ള ടീം വർക്കാണ് കോൺഗ്രസിന് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറെ ഗൗരവത്തോടെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും പിന്തുണയിൽ, അനുഭാവികളുടെയും അണികളുടെയും വലിയ പിന്തുണയിൽ ഞങ്ങൾ ഏറ്റെടുക്കും. വിജയകരമായിട്ട് മുന്നോട്ട് പോകും.
അണികളൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, തൻ്റെ വികാരങ്ങൾ അണികൾക്ക് അറിയാം എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ഇതിലൊന്നും പ്രതികരിക്കേണ്ട കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം, KPCC പുതിയ നേതൃത്വം അങ്ങനെ ഉള്ള ഒരു നിലപാട് കൂടിയാണ്. അത് കോൺഗ്രസിലെ പ്രവർത്തകരിൽ സുധാകരന് നല്ല പിന്തുണയുണ്ട്. അദ്ദേഹം ആത്യന്തികമായിട്ട് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അംഗീകരിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കൂട്ടായ്മയിൽ പോകും. കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അദ്ദേഹം മനസ്സ് തുറക്കുകയാണ്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം പ്രേക്ഷകർക്ക് ന്യൂസ് 18 കേരളത്തിൽ ഇന്ന് രാത്രി 9 മണിക്ക്. മറ്റ് വാർത്തകളിലേക്ക്. സംസ്ഥാന പോലീസിൽ വിചിത്ര നടപടി. കഴിഞ്ഞ ആഴ്ച സ്ഥലം മാറ്റിയ IPS ഉദ്യോഗസ്ഥരെ പഴയ തസ്തികയിലേക്ക് മാറ്റി നിയമിച്ചു. സ്ഥലം മാറ്റപ്പെട്ടവർ പരാതി അറിയിച്ചതിനെ തുടർന്ന് പഴയ നില തുടർന്നു എന്നാണ് സൂചന. എന്നാൽ മറ്റു തരത്തിലെ അഴിച്ചുപണിയും സർക്കാർ ആലോചിക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. VV വിനോദ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, ഗുഡ് മോർണിംഗ്. വിചിത്രമായ നടപടിയാണ്. സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്താണ് ഇതിന്? അറിയ തീർത്തും വിചിത്രമായ നടപടിയാണ്. കാരണം പോലീസ് തലപ്പത്ത് അഴിച്ചുപണികൾ നടക്കാറുണ്ട്. IPS ഉദ്യോഗസ്ഥരെ തസ്തിക മാറ്റി അവരെ ഇരിക്കുന്ന കസേര മാറ്റി നിയമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധമാണ് ഇപ്പോൾ നേരത്തെ നടത്തിയ അഴിച്ചുപണി മാറ്റിക്കൊണ്ട്, അതായത് തൽസ്ഥിതി അതിനു മുൻപ് എന്തായിരുന്നോ ഏറെക്കുറെ അങ്ങനെ തന്നെ അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MR അജിത് കുമാറിന്റെ തസ്തികയാണ്. അദ്ദേഹത്തെ ഈ ബറ്റാലിയന്റെ ചുമതലയിൽ നിന്ന് എക്സൈസ് കമ്മീഷണറായി മാറ്റിയിരുന്നു. ഈ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിട്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും MR അജിത് കുമാറിനെ ബറ്റാലിയനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ ഈ ബൽറാം കുമാർ ഉപാധ്യായെ ജയിൽ വകുപ്പ് മേധാവിയായി തുടരുന്നുണ്ട്. H വെങ്കടേഷിനെ തിരിച്ച് ക്രൈംബ്രാഞ്ചിലേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതായത് മനോജ് അബ്രഹാം DGP റാങ്കിലെത്തുകയും അദ്ദേഹം അവിടെ നിന്ന് ഫയർഫോഴ്സ് മേധാവിയായി പോവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ വിജിലൻസിന്റെ തലപ്പത്തേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം മാറിയ ഒഴിവിൽ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തേക്ക് ആര് വരും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അവിടെ യോഗേഷ് ഗുപ്തയുടെ പേര്, അദ്ദേഹം DGP ആണ്. അദ്ദേഹം അടുത്ത പോലീസ് മേധാവി ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വിജിലൻസ് തലപ്പത്തേക്ക് ആര് വരുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ വിജിലൻസ് തലപ്പത്തേക്ക് 2 ദിവസം മുൻപ് മനോജ് അബ്രഹാമിനെ നിയമിച്ചു. അദ്ദേഹമാണ് വിജിലൻസിന്റെ മേധാവിയായി ഇപ്പോൾ ഉള്ളത്. അതേസമയം ഒരാഴ്ച മുൻപ് ഇറക്കിയ ഉത്തരവ് അത് ഏറെക്കുറെ പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ ഈ തരത്തിൽ മാറ്റം വരുത്തിയത്? അതായത് ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തേക്ക് H വെങ്കടേഷ് അല്ലെങ്കിൽ ശ്രീജിത്ത് അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ H വെങ്കടേഷിനെ നിയമിക്കുകയും ഇപ്പോൾ H വെങ്കടേഷിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വളരെ വിചിത്രമായ തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? അത് സർക്കാർ എന്തെങ്കിലും ഈ മാറ്റിയതിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്നത് കൊണ്ടാണോ? അതായത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടോ? ഇനി അതല്ല, ഈ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ പരാതി പറഞ്ഞു എന്നൊരു വാദമുണ്ട്. പക്ഷേ അങ്ങനെ ഈ IPSന്റെ ഒക്കെ രീതി അനുസരിച്ച് ഈ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പരാതി ഉണ്ട് എന്നതിന്റെ പേരിൽ മാത്രം സർക്കാർ അങ്ങനെ പൂർണ്ണമായും നേരത്തെ എടുത്ത തീരുമാനം മാറ്റുന്ന രീതിയില്ല. ഇനി അതല്ല, പുതിയൊരു അഴിച്ചുപണി ഇപ്പോൾ വെച്ചതിൽ എന്തെങ്കിലും പിശകുണ്ട്, അതുകൊണ്ട് ഈ വെച്ച ആളുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് അടുത്തൊരു അഴിച്ചുപണി ഉണ്ടാകുമോ? അങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പുതിയ DGP, അതായത് പുതിയ സംസ്ഥാന പോലീസ് മേധാവി വരാനുള്ള സമയമാവുകയാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉടൻ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കുന്നുണ്ട്. ആ സ്ഥാനത്തേക്ക് ഇനി ആര് വരും? നിതിൻ അഗർവാളിന്റെയും റവാഡ ചന്ദ്രശേഖരന്റെയും യോഗേഷ് ഗുപ്തയുടെയും ഒക്കെ പേരുകളുണ്ട്. മാത്രമല്ല അതിൽ തന്നെ സുരേഷ് രാജ് പുരോഹിത്, മനോജ് അബ്രഹാം, 6ാമത്തെ പേരുകാരനായി MR അജിത് കുമാർ, അങ്ങനെ പല പേരുകളുണ്ട്. ഇതിൽ 3 പേരുടെ പട്ടിക കേന്ദ്രം തിരിച്ചയക്കുകയും അതിൽ നിന്ന് ഒരാൾ സംസ്ഥാന പോലീസ് മേധാവിയാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇനി ഈ സ്ഥാനങ്ങളിലേക്ക് വേറെ ആരെങ്കിലും മാറ്റി നിയമിക്കുന്നതിന് വേണ്ടിയാണോ? അതായത് താഴോട്ടുള്ള സ്ഥാനങ്ങളുണ്ട്, ADGP, ലോ ആൻഡ് ഓർഡർ ഉൾപ്പെടെ. ഇനിയും അഴിച്ചുപണി ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഏതായിരുന്നാലും വളരെ വിചിത്രമായ ഒരു കാര്യമാണ് സംസ്ഥാന പോലീസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സമീപകാലത്തൊന്നല്ല, കുറേ വർഷങ്ങളായി ഇങ്ങനെ ഒരു സംഭവം കേട്ടുകേൾവിയില്ലാത്തതാണ്. ആദ്യം അവരെ മാറ്റി നിയമിക്കുകയും പിന്നീട് പഴയ തസ്തികകളിലേക്ക് കൂട്ടത്തോടെ തിരികെ കൊണ്ടുവരികയും ചെയ്യുക. എന്താണ് സർക്കാരിന്റെ മനസ്സിലുള്ളത് എന്ന കാര്യം വ്യക്തവുമല്ല. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച അഡ്വക്കേറ്റ് ബേലിൻ ദാസ് പ്രതിയായ കേസ് നാളെ വീണ്ടും കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയിൽ വാദം കേട്ടെങ്കിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു. ഉപാധികളോടെ ജാമ്യം നൽകണമെന്ന പ്രതിയുടെ വാദം കോടതി
കോടതി തള്ളുകയും ചെയ്തു. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 12ാം കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ആദ്യം കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് അവധിയിലായതിനാലാണ് ജാമ്യാപേക്ഷ 11ാം കോടതിയിൽ നിന്ന് 12ാം കോടതിയിലേക്ക് മാറ്റിയത്. വിനോദ്, കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ഷാമിലിയുടെ വാദം വ്യക്തമായി വിശദമായി കോടതി കേട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്നലെ കോടതിയിൽ നടന്നത്? നാളെ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? കഴിഞ്ഞ ദിവസം കോടതി വാദം കേട്ടിരുന്നു. അതായത് CJM കോടതി 11ലേക്കാണ് ഇത് വെച്ചിരുന്നത്. കോടതി അവധിയായതുകൊണ്ട് 12ലേക്ക് മാറ്റി. കോടതി 12ലേക്ക് മാറ്റുന്നു. ആ കോടതി ഇന്നലെ കൃത്യമായി വാദം കേട്ടു. പക്ഷെ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെയും ഇന്നും കൂടി ബെയിലിൻദാസ് ജയിലിൽ കഴിയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രണ്ട് ഭാഗവും അവരുടെ വാദങ്ങൾ കൃത്യമായി പറഞ്ഞു. ഷാമിലിയുടെ അവസ്ഥ നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ്. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കണ്ടതാണ്. മുഖത്ത് ഏറ്റ പാടുകൾ, അത് മർദ്ദനത്തിനുണ്ടായ പാടുകൾ, അത് തന്നെ ഏറ്റവും വലിയ തെളിവായി നിലനിൽക്കുന്നുണ്ട് ഒരു വശത്ത്. പക്ഷേ ബെയിലിൻദാസിന് വേണ്ടി ഉള്ള വാദം, അതിൽ പറയുന്നത് ബെയിലിൻദാസിനെ ഷാമിലി ആദ്യം മർദ്ദിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ കണ്ണട അടിച്ച് തറയിലിടുന്നു. അദ്ദേഹത്തിന് കാഴ്ച പ്രശ്നമുള്ള ആളാണ്. ഈ ഓഫീസിലെ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള തർക്കം, അതിലേക്ക് ബെയിലിൻദാസിനെ വലിച്ചിഴച്ചു. ദിലീപ് സത്യനാണ് ബെയിലിൻദാസിന്റെ അഭിഭാഷകൻ. നമുക്കറിയാം, ജെൻസൺ കേഡൽ രാജ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ആളാണ് ദിലീപ് സത്യൻ. ദിലീപ് സത്യൻ ഇന്നലെ ഈ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ, അതായത് ബെയിലിൻദാസിന് ചികിത്സ തേടിയതിന്റെ രേഖകൾ, അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ തരത്തിൽ ഷാമിലിയും തിരികെ മർദ്ദിച്ചു, അങ്ങനെ പ്രകോപനം ഉണ്ടാക്കി എന്ന കാര്യമാണ് പ്രധാനമായും പ്രതിഭാഗം ആ കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി അതിൽ അന്തിമമായ ഒരു വിധി പറഞ്ഞില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജാമ്യം കൊടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് നാളത്തേക്ക്, തിങ്കളാഴ്ചയിലേക്ക് ഈ കേസിൽ വിധി പറയുന്ന കാര്യം മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിട്ട് ഷാമിലിയുടെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അഭിഭാഷകരുടെ ഗ്രൂപ്പിലിട്ടതാണ്. ഒരുപാട് പ്രതീക്ഷിച്ച സഹപ്രവർത്തകർ അവരൊന്നും തന്നെ തന്റെ കൂടെ നിന്നില്ല എന്നൊരു പരാതി പെൺകുട്ടി പറയുന്ന ഒരു നിലയും ഉണ്ടായി. അഭിഭാഷകരിൽ ഒരു വിഭാഗം തനിക്ക് നീതി നൽകുന്നതിന് എതിരായി നിൽക്കുന്നു, അല്ലെങ്കിൽ തന്റെ ഭാഗം കേൾക്കുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരക്കാതെ കഥകൾ മെനയുകയാണ് എന്നൊക്കെ ഷാമിലി വേദനയോടെ പറയുന്ന ഒരു ഓഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ വൈകുന്നേരം ഷാമിലി പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യമല്ല, തനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു വൈകാരിക നിമിഷത്തിൽ അത് പറഞ്ഞതാണ്. ധാരാളം ആളുകൾ തനിക്കൊപ്പമുണ്ട്, തനിക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഏതായിരുന്നാലും ഈ കേസിൽ ഇനി വിധി എന്തായാലും, ജാമ്യവിധിയിൽ കോടതി എന്ത് ഉത്തരവ് പറഞ്ഞാലും തന്റെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിക്ക് പരിഹാരമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, തന്റെ കേസുമായി താൻ മുന്നോട്ട് പോകും. ഏതായിരുന്നാലും ഇതുവരെയുള്ള നടപടികളിൽ തൃപ്തയാണ് എന്ന കാര്യം ഷാമിലി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം കാളികാവിൽ ഒരാളുടെ ജീവനെടുത്ത കടുവയെ പിടികൂടാനുള്ള ദൗത്യം 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞതോടെ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. കടുവ കൃത്യമായി ഏത് മേഖലയിലാണെന്ന് മനസ്സിലാക്കാനായാൽ കുങ്കി ആനകളെ ദൗത്യത്തിന് കൊണ്ടുപോകും. CV അനുമോദ് കാളികാവിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ദൗത്യം 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കടുവയുടെ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിഞ്ഞത് ദൗത്യസംഘത്തെ ഏറെ സഹായിക്കും, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ 2 ദിവസം നേരിട്ട വെല്ലുവിളി കടുവ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതായിരുന്നു. അതിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത് ഇന്നലെ രാവിലെ ഗഫൂറിൻ്റെ മൃതദേഹം കണ്ടെത്തിയ മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു എന്ന സമയത്താണ്. അത് നിർണായകമായ ഒരു ബ്രേക്ക് ത്രൂ ആണ്. അപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ദൗത്യസേനാംഗങ്ങളുടെ പരിശോധന ആ ഒരു മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഇന്നലെ രാത്രി വരെ നടന്നിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം കനത്ത മഴയായതുകൊണ്ട് കുറച്ച് നേരത്തെ ഈ നേരിട്ടുള്ള കാടുകളിലുള്ള തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ആനകൾ, കുങ്കിയാനകൾ എപ്പോൾ തെരച്ചിലിറങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു ഏകദേശ ലൊക്കേഷനെങ്കിലും കടുവയുടെ മനസ്സിലാക്കാനായാൽ ആ ഒരു മേഖലയിലേക്ക് കുങ്കിയാനകൾ കൊണ്ടുപോയി കുങ്കിയാനകളെ കൊണ്ട് ഈ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറെ പ്രതീക്ഷയും
വനംവകുപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന DFO ധനികലാലിൻ്റെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നാട്ടിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ജനങ്ങൾ ഈ ഒരു കടുവയെ ജീവനോടെ ഇവിടുന്ന് കൊണ്ടുപോകരുത് എന്നൊരാവശ്യവുമായിട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മേഖലയിലുള്ളവർക്ക് സ്പെഷ്യൽ പാക്കേജ് നൽകണമെന്നൊരാവശ്യവുമായിട്ട് അവർ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം അടക്കാക്കുണ്ട് എന്ന മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ യോഗവും വിളിച്ചു ചേർക്കുന്നുണ്ട്. എന്താണെങ്കിലും സംഭവം ഗുരുതരമാകുകയാണ്. കാളികാവിലെ ഈ കടുവയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഇന്ന് കടുവയെ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിനെ പിടികൂടാൻ ഏറെ സമയമെടുക്കില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും CV അനുമോദാണ് കാളികാവിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും ദൗത്യം അത് 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ചിത്രങ്ങൾ, കടുവ എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ദൗത്യ സംഘത്തെ ഏറെ സഹായിക്കും. കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറെ പ്രധാനമായ കാര്യം. ഇനി കൃത്യമായി ആ മേഖല സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുങ്കിയാനകളെ തെരച്ചിലിനായി ഇറക്കും എന്നുള്ളതാണ് അടുത്ത ഘട്ടം. കോട്ടയത്ത് മുക്കുപണ്ട തട്ടിപ്പ് നടത്തിയ ശേഷം മരിച്ചെന്ന് വാർത്ത നൽകിയ പ്രതി കുമാരനല്ലൂർ സ്വദേശി സജീവിനെതിരെ കൂടുതൽ അന്വേഷണം ഉണ്ടായേക്കും. വീടുകൾ ഒറ്റയ്ക്ക് നൽകി തട്ടിപ്പ് നടത്തിയതായും പരാതി ഉയർന്നിരുന്നു. വ്യാജ ആധാരം ചമച്ച് തട്ടിപ്പ് നടത്തിയതായും പരാതിയുണ്ട്. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ സജീവിനെ കുറിച്ച് തട്ടിപ്പിന്റെ ഒരു വലിയ പരമ്പര തന്നെ പറയാനുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും അങ്ങനെയാണ്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ പിടികൂടിയപ്പോൾ തന്നെ അവിടെ എത്തിയ ആളുകൾ പലരും അവിടെ എത്തിയാണ് ഈ ഒരു കേസിന് പുറത്ത് നിൽക്കുന്ന പല കേസുകളിലും പെട്ടവരാണ് അവിടെ വരികയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. പലതരം തട്ടിപ്പുകളാണ് ഇയാളെക്കുറിച്ച് കേൾക്കുന്നത്. ഒന്ന്, വീട് ഒറ്റയ്ക്ക് നൽകുക, ലോൺ എടുത്ത് വെച്ച വീട് ഒറ്റയ്ക്ക് നൽകുക, 5 ലക്ഷമൊക്കെ വാങ്ങിയ ശേഷം മുങ്ങുക. അപ്പോൾ ഈ പണവുമായി ഇയാൾ മുങ്ങുകയാണ്. പിന്നീട് ഈ വീടിൻ്റെ ലോണൊക്കെ പ്രശ്നമായി വന്ന് അത് ജപ്തി ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ലോൺ എടുക്കുന്നു, ഈ ഒറ്റയ്ക്കുള്ള പൈസയും വാങ്ങി അങ്ങനെ രക്ഷപ്പെടുന്ന ഒരു രീതിയാണ് ഇയാൾക്കൊന്നുള്ളത്. മറ്റൊന്ന്, ഇതിനു വേണ്ടി തന്നെ വ്യാജ ആധാരം ചമച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ നടത്തുക. ഇങ്ങനെ പലതരം തട്ടിപ്പുകളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഈ പരാതിക്കാരിൽ പലരും ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലീസ് അതിനെക്കുറിച്ച് പ്രതിയെ കിട്ടിയ സാഹചര്യത്തിൽ അത്തരം കേസുകളിൽ കൂടി ഇയാളെ ഉൾപ്പെടുത്താനാണ് സാധ്യത. എന്തായാലും ഇന്നലത്തെ കേസിലുള്ള അറസ്റ്റ് ചെയ്ത കേസിലുള്ള അന്വേഷണവും കാര്യങ്ങളും പോലീസ് തുടർന്ന് വരികയാണ്. പ്രത്യേകിച്ച് ഒരു ദിനപത്രത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യം നൽകിയത്. ആ ദിനപത്രം പൂർണ്ണമായും വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ പത്രസ്ഥാപനത്തിൽ നിന്ന് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇയാൾ നൽകിയ മൊഴി പ്രകാരം ഇയാൾ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് താനിങ്ങനെ മരിച്ചുപോയി, താനിങ്ങനെ മരിച്ചു എന്നല്ല, ഇങ്ങനെ ഒരാളുടെ മരണവാർത്ത വിളിച്ച് നൽകുന്നത്, അതിൻ്റെ വിവരങ്ങളെല്ലാം നൽകുന്നത്. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തുടരുകയാണ്. പോലീസ് അന്വേഷണം നടത്തി വരുന്നു. കൂടുതൽ കേസുകളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ആര്യ. തീർച്ചയായും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോട്ടയത്ത് പിടിയിലായ ഒരു തട്ടിപ്പ് വീരന്റെ കഥ അത് ഓരോ ദിവസവും ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഓരോരോ പുതിയ കേസുകൾ പോലീസിന് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് സാഹചര്യം. മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നതിൽ ഇന്ന് തീരുമാനം. ജില്ലാ കളക്ടറുമായി മത്സ്യത്തൊഴിലാളികൾ ചർച്ച നടത്തും. ചർച്ചയിൽ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിലെ ക്യാമ്പ് ഓഫീസിലാണ് ചർച്ച. കഴിഞ്ഞ 3 ദിവസമായി മുതലപ്പുഴയിൽ മണൽ നീക്കം നടക്കുന്നില്ല. സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും 24 മണിക്കൂറും മെഷീൻ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. നൽകിയ ഉറപ്പുകൾ പോലും ഉദ്യോഗസ്ഥർ പാലിക്കുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികളും പറയുന്നു. ഡ്രഡ്ജിംഗ് തുടങ്ങിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. പാലക്കാട് വാളയാറിൽ 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. വാളയാർ സ്വദേശി ശ്വേതയാണ് അറസ്റ്റിലായത്. അമ്മ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന് കുട്ടി മൊഴി നൽകി. ശ്വേതയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 5 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കാലവർഷം ഉടൻ എത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. ബംഗളൂരുവിലും അതിശക്തമായ മഴയാണ്. നഗരങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം ഉപേക്ഷിച്ചു.
ലിയോ 14 പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം ഇന്ന്. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ലിയോ 14 പാപ്പയുടെ കാർമ്മികത്വത്തിൽ ഇന്ന് കുർബാന നടക്കും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, US വൈസ് പ്രസിഡന്റ് JD വാൻസ്, കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടക്കം ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലാകും ചടങ്ങ്. പത്രോസിന്റെ പിൻഗാമിയും റോമിലെ ബിഷപ്പും എന്ന നിലയിൽ ലിയോ 14 ശുശ്രൂഷയുടെ ഔദ്യോഗിക തുടക്കം. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് വത്തിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ചടങ്ങുകൾ. ആദ്യം വിശുദ്ധ പത്രോസിന്റെ കുടീരത്തിൽ പ്രാർത്ഥന. ശേഷം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പ്രധാന വേദിയിലേക്ക് കർദിനാൾമാരുടെ അകമ്പടിയിൽ മാർപ്പാപ്പ എത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. പത്രോസിന്റെ പിൻഗാമി എന്ന ദൗത്യത്തിന്റെ പ്രതീകവും അധികാര ചിഹ്നവുമായ മത്സ്യത്തൊഴിലാളി മോതിരം സ്വീകരിക്കും. തുടർന്ന് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. മുന്നോട്ടുള്ള ഭരണനിർവഹണം എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതാകും ലിയോ 14 വാക്കുകൾ. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ നടന്ന ദിവ്യബലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിരവധി സുപ്രധാന മാറ്റങ്ങൾ ചടങ്ങുകളിലുണ്ടാകും. കുർബാനയിലും സ്ഥാനാരോഹണ ചടങ്ങുകളിലും വലിയ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. കർശന സുരക്ഷാ വലയത്തിലാണ് വത്തിക്കാൻ. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയാണ് റോബർട്ട് പെർവോസ്റ്റ്. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. യുദ്ധങ്ങൾക്കെതിരെയും കുടിയേറ്റക്കാർക്ക് അനുകൂലമായും ശബ്ദമുയർത്തുന്ന ലിയോ 14 പക്ഷേ പൂർണ്ണമായും ഫ്രാൻസിസ് പാപ്പയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്ന സൂചനകളാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, News 18. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ച് ഇസ്രയേലും ഹമാസും. ഗാസയിലേക്ക് പ്രതിദിനം സഹായ ട്രക്കുകൾ അനുവദിക്കുന്നതും മേഖലയിൽ നിന്ന് രോഗികളെ ഒഴിപ്പിക്കുന്നതും ഉൾപ്പെടെ ചർച്ചയിൽ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കുരുതിയിൽ 72 മണിക്കൂറിനിടെ 100 കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഷംന, ഗുഡ് മോർണിംഗ്. ഈ ചർച്ച, അതിൽ എത്രത്തോളം പ്രതീക്ഷ നമ്മൾ വെക്കണം? ഇതിനു മുമ്പും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്, കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അന്ത്യം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ആര്യ, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അതൊന്നും എവിടെയും എത്താത്ത ഒരു സാഹചര്യമായിരുന്നു. യുദ്ധം വീണ്ടും 10 മടങ്ങ് ശക്തിയിൽ വീണ്ടും ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയത്. അതും ഗാസയിലെ ഈ അഭയാർത്ഥി ക്യാമ്പുകൾ അടക്കമുള്ള മേഖലകളിൽ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. ശനിയാഴ്ച മാത്രം 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇന്നലെയും വെള്ളിയാഴ്ച മാത്രം 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇന്നലെയും വ്യോമാക്രമണം തുടർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് പിന്നാലെയാണ് ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ഉണ്ടായത്. ഇതിൽ ഈ 400 സഹായ ട്രക്ക് ഉൾപ്പെടെ പ്രതിദിനം 400 സഹായ ട്രക്ക് ഉൾപ്പെടെ ഗാസയിലേക്ക് കടത്തിവിടാനാണ് ധാരണ. പക്ഷേ ഇപ്പോഴും ഇതൊന്നും നിലവിൽ വന്നിട്ടില്ല. ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. അതായത് കഴിഞ്ഞ 3 മാസമായി ഗാസയിലേക്കുള്ള എല്ലാവിധ സഹായങ്ങളും, ഭക്ഷണം, മരുന്ന്, മറ്റ് അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സഹായ ട്രക്കുകൾക്കൊക്കെ മേൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതൊക്കെ ഗാസയെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ UN മനുഷ്യാവകാശ ഓഫീസ് വക്താവ് അറിയിച്ചതും അതാണ്. ഇത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത്, വലിയ ആശങ്ക ഉയർത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് UN വക്താവ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സഹായ ട്രക്കുകൾ കടത്തിവിടാൻ ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ 2 ഭാഗത്തുമുള്ള ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകാരെയും ഒപ്പം ഇസ്രായേൽ ബന്ദികളാക്കിയ ഹമാസുകാരെയും വിട്ടയക്കാൻ ചർച്ചകളുണ്ടാകും. നേരത്തെ തന്നെ ഇതുവരെ ഒക്ടോബർ 7 ആക്രമണം മുതൽ ഇതുവരെ ഹമാസിലുള്ളത് 58 ബന്ദികളാണ്. ഇസ്രായേലിന്റെ 58 ബന്ദികളാണെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഇതിൽ തന്നെ 23 പേർ ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രായേലിന്റെ വിശ്വാസം. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും ഹമാസ് ഇതുവരെ പുറത്തു നൽകിയിട്ടില്ല. ഇക്കാര്യത്തിലടക്കം വ്യക്തത വരുത്തണം. എത്ര പേർ ഇനി ജീവനോടെയുണ്ട്, ഇവരെ വിട്ടയക്കുന്നത് കാര്യത്തിലടക്കം തീരുമാനമായാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾ അത് ആശ്വാസകരമാകൂ എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള വിവരം. എന്തായാലും ചർച്ചകൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായും. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കായക്കൊടി
എള്ളിക്കാംപാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഭൂചലനം ഉണ്ടായതായാണ് നാട്ടുകാർ പറയുന്നത്. പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ മേഖലയെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ഭൂമിക്കുള്ളിൽ നിന്നും ചെറിയ ശബ്ദം പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഭൂചലനത്തിന് സമാനമായ ശബ്ദം തന്നെയാണ് പുറത്തേക്ക് വരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോഴും അത് ഈ ഭൂചലനമാണോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ അത്തരമൊരു അഭ്യൂഹമാണ് നിലനിന്നിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി 7:30 വീണ്ടും ഇത്തരത്തിൽ ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിലാണ് ഈ ഭൂമിക്കുള്ളിൽ നിന്നുള്ള ഈ അസാധാരണമായ ശബ്ദം കേട്ടത്. എന്തായാലും ഭയചരിതരായ ആളുകൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി. സെക്കൻഡുകൾ മാത്രമാണ് ഈ ചലനം നീണ്ടു നിന്നതെന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും നാട്ടുകാരുടെ ഇത്തരം ഒരു പരാതി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക സംഘത്തെ ഈ കാര്യം പരിശോധിക്കാനായി അവിടേക്ക് അയക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് കുറച്ചു സമയം കഴിയുമ്പോൾ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥരും മറ്റും അവിടെ എത്തും. ഇന്നലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ വിലയിരുത്താനായി. പ്രത്യേകിച്ച് നാശനഷ്ടമോ അല്ലെങ്കിൽ വീടുകൾക്ക് നാശമോ അത്തരമൊന്നും കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടത്തുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക്. സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് നമുക്കൊപ്പം ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴമലക്കലിൽ താമസിക്കുന്ന കാശിയുടെ 4ാം പിറന്നാളാണിത്. ആശംസകൾ അറിയിക്കുന്നത് ഇരട്ട സഹോദരങ്ങളായ അബിയും ആമിയുമാണ്. അപ്പോൾ അബിയുടെയും ആമിയുടെയും വക മാത്രമല്ല, കാശിമോന് ന്യൂസ് 18ന്റെ വകയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. തൃശൂർ സ്വദേശികളായ ജിതിന്റെയും അതുല്യയുടെയും വിവാഹമാണിന്ന്. ബന്ധുക്കളും സുഹൃത്തുക്കളും ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ജിതിനും അതുല്യയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി മാരീഡ് ലൈഫ്. തൃശൂർ സ്വദേശികളായ ഋഷികേഷിന്റെയും അഭിനയുടെയും വിവാഹമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. ഡിവൈഎഫ്ഐ പുഴയ്ക്കൽ ബ്ലോക്ക് കമ്മിറ്റി, CPM പേരാമംഗലം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഋഷിക്കും അഭിനയ്ക്കും ന്യൂസ് 18ന്റെ വകയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ജീവിതം, ഈ പുതിയ തുടക്കം അത് ഗംഭീരമാകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക സുജ ചേച്ചിയുടെ പിറന്നാളാണിത്. ഞങ്ങളുടെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സുജ ചേച്ചി. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ചേച്ചിയാണ്. അപ്പോൾ സുജ ചേച്ചി വെരി ഹാപ്പി ബർത്ത്ഡേ. ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുക, നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നകുലിന്റെയും പൂർണ്ണയുടെയും വിവാഹമാണിന്ന്. അപ്പോൾ 2 പേർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് 2 പേരും. അപ്പോൾ ഇന്നത്തെ ദിവസവും ഒരു ലൈഫ് ലോങ് നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ന്യൂസ് 18 കുടുംബം ഒപ്പമുണ്ട്. നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകൾ കാണാം. പോലീസ് പെട്രോൾ.